സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചെയ്ത വലിയ നിഅമത്താണ്. അല്ലാഹുവിന്റെ ഓർമ്മയിൽ, പടച്ചവന്റെ ചിന്തയിൽ, ദീനിന്റെ ഫിക്റിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റി. ഇതിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഒരു മാസത്തിൽ അല്ലെങ്കിൽ 1.5 മാസത്തിൽ കൂടുതൽ കൂടലായിട്ട് കാണരുത്. ഇത് അള്ളാഹുവിന്റെ പേരിൽ കേരളത്തിന്റെ ആ ഭാഗത്ത് ഈ ഭാഗത്ത് വന്നൊരു മനുഷ്യർ കൂടാണ്. ഈ വന്ന ആൾക്കാർക്ക് ആർക്കും വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ദുനിയാവിന്റെ എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ച് മുന്നോട്ടുമില്ല. പൈസ ചെലവാക്കി, രാത്രിയുടെ ഉറക്കം ഒഴിവാക്കി വന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നിയ്യത്തുകളെ നന്നാക്കിയാൽ ഇത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള വലിയ സഖീറ, വലിയ മുതൽക്കൂട്ടാവും. അല്ല ഒരു സ്റ്റേറ്റ് മഷൂറ പോവാ, കുറെ ആൾക്കാരെ കാണാം, കുറെ ആൾക്കാരോടൊക്കെ വർത്താനം പറയാം, ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് പോരാന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നടക്കും. ഓരോരുത്തർക്ക് എന്താണോ അവർ വിചാരിച്ചത്, ഇരിക്കണ എല്ലാവർക്കും എന്തായാലും ഒന്ന് കിട്ടൂല. ഓരോരുത്തർ എന്താണോ വിചാരിച്ചത് അതാണ് അയാൾക്ക് കിട്ടുക. അല്ലാഹുവിനെയും റസൂലിനെയും ആഗ്രഹിച്ചു വന്ന ഒരു അല്ലാഹു റസൂലിനെ കിട്ടും. എന്തോ ദുനിയാവിന്റെ വസ്തുക്കൾ എന്തോ ആവാം, കൂട്ടുകാരെ കാണലാവാം, വേറെന്തെങ്കിലും ലക്ഷ്യങ്ങളാവാം, എന്താണോ മനുഷ്യർ വിചാരിച്ചത് അതാണ് അവർക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ നിയ്യത്തിനെ നന്നാക്കണം. ഇത് വലിയ അമലാണ്. ഈ കൂടൽ വലിയ അമലാണ്. ഇത്ര സമയം മസ്ജിദിൽ ഇരിക്കൽ, ദീനിന്റെ ഫിക്ർ, ദീനിന്റെ ചിന്ത, ദീൻ കി സോച്ച്, അത് അള്ളാന്റെ അടുക്കൽ വലിയ അമലാണ്, വലിയ അമലാണ്. തഫക്കുറു സഅ, കുറഞ്ഞ സമയം ചിന്തിക്കുക. മനുഷ്യരിൽ ദീനുണ്ടാവാൻ ഇപ്പൊ കുറെ കത്തുകൾ വായിച്ചു, കുറെ കാർഗുസാരികൾ പറഞ്ഞു. എന്തിനാണത് വായിക്കുന്നത്? എന്തിനാണത് ചിന്തിക്കുന്നത്? ആ ചിന്ത, ആ വായന ഉണ്ടാവുമ്പം അതിലൂടെ മനുഷ്യർക്ക് ഉമ്മത്തിന്റെ വേദന ഫിക്റുണ്ടാവും. ഒരു കത്ത് വെച്ചു, അന്തമാനിൽ പോയ ജമാഅത്തിന്റെ കത്ത് വായിച്ചു. അവിടേക്ക് മസ്തുറാത്ത് ജമാഅത്ത് വേണമെന്ന് പറഞ്ഞു. ഒരു ജോഡിക്ക് ഒരാൾക്ക് എത്ര വേണമെന്ന്, ഒരാൾക്ക് 50,000, അപ്പൊ രണ്ടാൾക്ക് 1,00,000 രൂപ. രണ്ടാൾക്ക് ഒരു ജോഡിക്ക് 1,00,000 രൂപ. എത്ര ദിവസത്തിന്? 10 ദിവസത്തിന്. കേട്ടു, ചിന്തിച്ചു, വേഗം തയ്യാറായി. വലിയ ചവിട്ട് കുത്തലിന്റെ ഒന്നും ആവശ്യമില്ല, വേഗം തയ്യാറായി. 1,00,000 രൂപ മനുഷ്യൻ 10 ദിവസത്തിന് വേണ്ടി ചെലവാക്കാൻ. നാട് കാണാനാണെങ്കിൽ എവിടെയെങ്കിലും പോവാ, ഭാര്യനെ കൂട്ടിയിട്ട് ഊട്ടിക്ക് പോവാ, അല്ലെങ്കിൽ കാശ്മീർ പോവാ, 1,00,000 രൂപ പോരെ. മലേഷ്യ പോയി വരാം, തായ്ലൻഡ് പോയി വരാം, എവിടെയും പോയി വരാം. 10 ദിവസം അതവും ചിട്ടിയൊക്കെ അനുസരിച്ചിട്ട് 10 ദിവസം ഏത് തയ്യാറായി. എപ്പോഴാ തയ്യാറാവുക? മനുഷ്യന്റെ ഫിക്ർ, മനുഷ്യന്റെ ചിന്ത, ഇതിങ്ങനെ പറയാ, കേൾക്കുക, അപ്പേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യൻ ഗഫലത്തിലാവും. ഇത് മനുഷ്യന്റെ ഗുണാണ്. മനുഷ്യനെ ഇൻസാൻ എന്നാണ് ഇട്ടത്, മറന്നുപോകാ എന്നുള്ളതാണ്. നസി എന്നുള്ളതാണ് ഇൻസാൻ എന്ന് പറയുന്നത്. മറന്നുപോകും മനുഷ്യൻ. ഈമാനിൽ ബലഹീനത ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഇരുന്ന സഹാബാക്കൾ, അവർക്ക് വീട്ടിലെത്തുമ്പോൾ മാറ്റണ്ടായി. ഹൻദല റളിയല്ലാഹു അൻഹു സംഭവം നമ്മൾ സാധാരണ വായിക്കാറുണ്ട്, നാഫഖ ഹൻദല എന്ന് പറയുന്നത്. അത് ഫുൾ പവർന്നാണ് കിട്ടുന്നത്. തങ്ങളുടെ തിരുമുഖം ഇങ്ങനെ കാണുക, തങ്ങളുടെ മുബാറക്കായ നാവിന്ന് സംസാരം ഇങ്ങനെ കേൾക്കുക, തങ്ങളുടെ വിയർപ്പിന്റെ സുഗന്ധം മണക്കുക, തിരുമുഖത്തിന്റെ വെളിച്ചം കാണുക. അങ്ങനെ നിന്നവർ അവരെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഗഫലത്തിന്റെ മാഹോലിലല്ല എത്തിയത്. സത്യത്തിൽ അവരോട് പൂർണ്ണമായി ദീനിൽ സഹകരിക്കുന്ന അവരെ ഭാര്യ മക്കളെ എടുത്തെത്തിയപ്പോഴേക്കും അവർ ഈമാനിൽ ചെറിയ വേരിയേഷൻ, വലിയ കുറവുണ്ടായപ്പോഴേക്കും അവർക്ക് ബേജാറാവാൻ തുടങ്ങി. നാഫഖ ഹൻദല, നാഫഖ ഹൻദല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഹൻദല നീ പറയുന്നത്? നാഫഖ ഹൻദല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു കൊടുത്തു. സംഭവം ഇതാണ്, നബി തങ്ങൾ ശാസ്ത്രം ഞങ്ങളെ സദസ്സിലിരിക്കുമ്പോൾ ഫുള്ളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ടാകുന്നുണ്ട്, ഒരു നിഫാഖിന്റെ അടയാളം പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് എന്താ പറഞ്ഞത്?
രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ പറഞ്ഞു അത് സാരില്ല, അതൊക്കെ എനിക്കൊക്കെ ഉണ്ടാവലുണ്ട്, നീ പോയിക്കോ എന്നാണ് പറഞ്ഞത്. അങ്ങനല്ല, നമ്മളങ്ങനെ പറയില്ല, എനിക്കൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, നീ പോയിക്കോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ ഞാനും എന്തായി വൈ, ഞാനും മുനാഫിക്കായോ. അങ്ങനെ രണ്ടാളായി ഇപ്പൊ ഗലീല്. ഇനി കുറച്ചുകൂടി നടന്ന ഇനിയും ആളുണ്ടാവും. വേറുള്ള ആളെ നിഫാക്കിലാക്കല്ല. നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നത് അതാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കാണുക, അവരെ മോശക്കാരാക്കുക. അവൻ 4 മാസം പോയിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഇതാക്കിയിട്ടില്ല, അവരുടെ ചില്ല ഡ്യൂ ആണ്. നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ പ്രശ്നം കൊണ്ട് രണ്ടാളും കൂടി ചേർന്നിട്ട് ഒരേ കുറ്റം ഏറ്റു സമ്മതിക്കാൻ പോവാണ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. അവർ ഈമാൻ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്. ഈമാനിലെ ചെറിയ കുറവും അവർക്ക് വലിയ വിഷയമാണ്. ഏറ്റവും ഈമാനുള്ള ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏറ്റവും ഈമാനുള്ള ആൾ ഈ ഉമ്മത്തിന് പലരെയും അറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികം ആൾക്കാർക്ക് അറിയില്ല ആരാണ് അബൂബക്കർ. ഒരു നബി, ആ നബിന്റെ കൂട്ടത്തിൽ ആണുങ്ങളിൽ ഫസ്റ്റ് വന്ന് മുഅ്മിനാകുന്ന ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ബാക്കിയൊക്കെ അതിന് ശേഷം വന്നവരാണ്. നമ്മളൊക്കെ ഒന്ന് പുറപ്പെട്ട് ആരെയൊരാൾ താത്തിന്റെ നമ്മൾ പറയും മാഷാ അല്ലാഹ്, നമുക്കുള്ളൊക്കെ ഏതായാലും ആയി. അയാളും അയാളുടെ ഫുള്ള് സമ്പാദ്യം നമുക്കുള്ള. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആലോചിച്ച് നോക്കി. അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ. എന്നിൽ ആദ്യം വിശ്വസിച്ച ആൾ അബൂബക്കറാണ്. എന്നിൽ ആദ്യം എന്നെ വാസ്തവമാക്കിയ ആളും അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ സഹാബങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാരണം ആരും സ്വന്തം കുടുംബക്കാർ പോലും കൂടെ നിൽക്കാത്തപ്പം ഒരാൾ വന്നിട്ട് കൂടെ നിരാം. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു സംസാരത്തിന് കുറച്ച് കൂട്ടുകാരാണ് അവരൊക്കെ. കൂട്ടുകാരുടെ ഇടയിൽ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പോലെ അവരുടെ ഇടയിലുണ്ട്. ഒരു മനുഷ്യന്മാരാണ്. എന്തോ ഒരു വാക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് കടുപ്പത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊന്നും പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ വീട്ടിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തോന്നി ആ പറഞ്ഞത് അത്ര കുറച്ച് കൂടിപ്പോയോ എന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. ഇതാണ് ഇവർ. നീ പള്ളിയിൽ നിന്ന് കാണുമ്പോൾ പറയാനൊന്നുമല്ല. വേഗം ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു വേദന്റെ പേരിൽ വന്നുടനെ അങ്ങോട്ട് ഇതാവാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് സമയം ഇങ്ങനെ ലേറ്റ് ആയി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു മടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി നോക്കി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. പിന്നെ ഉണ്ടാവില്ല എവിടെയാണ്? നബി തങ്ങൾ സാഹസങ്ങൾ എടുക്കലാണ്. അവിടേക്ക് പോയി. നബി തങ്ങൾ സാഹസങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് നബി തങ്ങൾ സാഹസങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സാഹസങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ തങ്ങളുടെ മുഖത്തിന് കളർ മാറുന്നു. തങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന പോലെയാണ്. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറല്ല കുറ്റക്കാരൻ, ഉമറല്ല കുറ്റക്കാരൻ, കുറ്റക്കാരൻ ഞാനാണ്. ഉമറിനോട് എന്തിനാ ദേഷ്യം പിടിക്കുന്നത് എന്നർത്ഥത്തിൽ. അങ്ങനെ നടന്നു. ഉമർ റളിയല്ലാഹു അൻഹു എത്തിയപ്പം നബി തങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, ദാനിയ ഉമർ, എന്നെ വിട്ടേക്ക്, എന്റെ അബൂബക്കറിനെ വിട്ടേക്ക് ഉമറെ, എന്റെ അബൂബക്കറിനെ വിട്ടേക്ക് ഉമറെ. ഒന്നും പറഞ്ഞില്ല, അത്രേ പറഞ്ഞുള്ളൂ, എന്റെ അബൂബക്കറിനെ വിട്ടേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സംശയവും നിവാരണവും ഒക്കെ പൂർത്തിയായതിനു ശേഷമാണ് വിശ്വസിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിച്ച ആളാണ് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നു. ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിച്ച ആളാണ് അബൂബക്കർ. ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അത്ര സ്നേഹം, ഇത്ര ഈമാനുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മൾ സഹാബക്കളുടെ ഈമാൻ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോണ സ്വർഗത്തിന് വേഗം പോകാൻ. ഒരു ഈമാന്റെ അവസ്ഥ എന്തായിരുന്നു? അവർ അല്ലാഹുവായിട്ടുള്ള ബന്ധം എന്തായിരുന്നു?
എപ്പോഴും നബി തങ്ങൾ സാഹസങ്ങളെ കൂടെ ഉണ്ടാവും അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തിനും മിഹ്റാജിന്റെ സംഭവം ഉണ്ടായി, ഇസ്രാ മിഹ്റാജ്. മക്കത്തുനിന്ന് നബി തങ്ങൾ സാഹസങ്ങളെ വിരിപ്പിന്റെ ചൂട് മാറിയിട്ടില്ല. കിടന്നാൽ ഒരു ചൂടുണ്ടാവുമല്ലോ വിരിപ്പിന്, അത് മാറുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. ഫലസ്തീനിൽ പോയി, പിന്നെ ആകാശത്ത് പോയി. എന്റെ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വ ഇദ് യഖ്ശ സിദ്റത മാ യഖ്ശ മാ സാഗൽ ബസ്റു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അവിടേക്ക് എത്തി അല്ലാഹുമായിട്ട്. ثم دنا فتدلى فكان قاب قوسين او ادنى. അല്ലാഹുമായിട്ട് അത്ര അടുത്ത് അവിടെ തിരിച്ചു വന്നു. മക്കാരോട് പറഞ്ഞു, മക്കാരാകെ കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് തെളിവായി, സുഖമില്ല എന്ന് പറഞ്ഞതിന് ഇപ്പൊ തെളിവായി. ആരെങ്കിലും പറയോ രാത്രിയിൽ ഒരു അല്പ സമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകണം, പിന്നെ അവിടുന്ന് ആകാശത്തും പോകണം, എന്നിട്ട് തിരിച്ചു വരണം, സുബഹിക്ക് മുമ്പ് ഇവിടെ എത്തണം? ഇതൊക്കെ എങ്ങനെ നടപ്പിലാവുക? അപ്പം ഏറ്റവും അടുത്ത കൂട്ടാളിനെ കിട്ടി. ഇയാളോട് പറഞ്ഞിട്ട് ഏതായാലും കാര്യമില്ല, എന്നാ കൂട്ടാളിനോട് പറയാന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു എടുക്കൽ ആൾക്കാർ തിരി പറഞ്ഞു, കണ്ടില്ലേ നിന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ ഇപ്പൊ എങ്ങനത്തെ ഡയലോഗ് അടിക്കണമെന്നറിയോ, എങ്ങനത്തെ വിഡ്ഢിത്തര പറയുന്നതെന്നറിയോ എന്നൊക്കെ പറഞ്ഞു. നമ്മളെ പറ്റി, നമ്മളെ ഏറ്റവും വിശ്വസനായ നേതാവിനെ പറ്റിയോ ഒരു കൂട്ടുകാരനെ പറ്റിയോ ഒരു ഉസ്താദിനെ പറ്റിയോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ആളങ്ങനെ പറയാൻ, അയാളങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞാൻ അന്വേഷിക്കട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, മുഹമ്മദ് സാദങ്ങൾ അത് പറയണ്ടോ, അത് പറയണ്ടോ? പറഞ്ഞു, ആ പറയുന്നുണ്ട്, നീ ഒന്ന് കേട്ടു നോക്ക്, പറയുന്നുണ്ട്. എന്നാ പിന്നെ സംശയിക്കണ്ട, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ആരാ പറയാ? അങ്ങനെ ആരാ പറയാ? മുഹമ്മദ് സാദങ്ങൾ പറയണ്ടോ? പറയുന്നുണ്ട്, എന്നാ സത്യം. ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ പേരിൽ വിശ്വസിക്കാം. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാതെ വേറെ ബുദ്ധിക്ക് പറ്റുന്നൊക്കെ ഒരാൾ പറഞ്ഞു അതൊക്കെ നമ്മളെല്ലാവരും വിശ്വസിക്കും. ഐൻസ്റ്റീൻ പറഞ്ഞാൽ വിശ്വസിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചങ്ങായി പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. കാരണം എന്താ പറയുക, നമ്മുടെ ബുദ്ധിക്കൊക്കെ എന്താ ഉണ്ട്, റെഡി ആവുണ്ട്, അവൻ വിശ്വസിക്കുക. നബി തങ്ങൾ ശാസ്ത്രങ്ങൾ ബുദ്ധിക്ക് നിരക്കാത്തത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അബൂബക്കർ റളിയല്ലാഹു വിശ്വസിച്ചു. ജീവിതത്തിൽ കൂടെ നിന്നു, എല്ലാ അവസ്ഥയിലും നിന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ, മസ്ജിദുൽ അഖ്സയുടെ യാത്രയിൽ തങ്ങൾ അവിടെ നബിമാർക്ക് ഇമാമായി നിന്നു. അവിടെ നബിമാരെയും കൊണ്ടുവന്നു അല്ലാഹു. നബിമാർക്ക് ഇമാമ് നിന്നു. ഇമാമുൽ അംബിയ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കൾക്ക് ഇമാം എന്ന ആളാണ്. ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള രോഗത്തിൽ തങ്ങൾ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നു. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ വരികയാണ്. അപ്പൊ സഫായി ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്, സഹാബാക്കൾ നിൽക്കുകയാണ്. തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ ആവുന്നില്ല. തങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചു ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട്. ഉമർ റളിയല്ലാഹുവിന് മുന്നിലുണ്ട്. ആരെ തള്ളി? ഉമർ റളിയല്ലാഹു ആക്കി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ബാക്കോട്ട് നിന്നു. അബൂബക്കർ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ഇമാമുൽ അംബിയ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അബൂബക്കർ റളിയല്ലാഹു ആരാന്ന് അറിയണമെങ്കിൽ ഇത്ര മാത്രം കേട്ടാൽ മതി. ഒരു നബിക്ക് ഇമാമക്കാം. ആ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് ഹംസ റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ എന്ത് എനിക്കും ബാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കഥ എന്തായിരിക്കും? അവിടെ സാർമാരെ, ഈ വരവ്, ഈ കൂടൽ, ഈ പരിശ്രമം ഇതൊരു ചടങ്ങല്ല. ഇത് ലക്ഷ്യത്തിലേക്കുള്ള കാൽവെപ്പായിരിക്കണം. വെറുതെ എങ്ങനെ പോവുക, വെറുതെ എങ്ങനെ വരിക, വെറുതെ കുറെ ഒരു ഗ്രൂപ്പ് ആവുക, വെറുതെ ഒരു കോലം കട ഇല്ലല്ല. ലക്ഷ്യമുണ്ട് ഇതിന്. നമ്മളെ റബ്ബിനെ നമ്മൾ കണ്ടെത്തണം. അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് നമ്മുടെ നമ്മൾ ചെന്ന് ചേരാനുള്ള സ്ഥലം. അത് അള്ളാഹുവിലായിരിക്കണം. അള്ളാഹുവിലേക്കുള്ള നടത്താണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ധൃതി കൂട്ടി ഓടിക്കോളി. ഓടാൻ പറ്റുന്ന സ്ഥലം, ഓടേണ്ടത് അള്ളാഹുവിലേക്കാണ്. ഓടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ഇതാണ് ഒരു പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. എന്റെ ഓരോ ദിവസവും ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ പോകണം. എന്റെ അമലുകളെ നന്നാക്കണം.
സ്വന്തം അമലുകളെ നന്നാക്കണം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين وعمل صالحا. ദാവത്ത് കബൂലാവാനുള്ള ഒരു നിബന്ധനയായി ഉലമാക്കൾ പറഞ്ഞത് അമലു സാലിഹാത്തോട് കൂടിയുള്ള ദാവത്താണ് കബൂലാകുക. അതുകൊണ്ട് നമ്മുടെ അമൽ സാലിഹായിരിക്കണം. സാലിഹാവാനുള്ള മാർഗം എന്താ? നബി തങ്ങൾ ശാസനങ്ങൾ കാണിച്ചെന്ന പോലെ ചെയ്യാം. അമൽ സഹിഹാവും, അമൽ സാലിഹാവും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകളെ, അവസ്ഥകളെ നന്നാക്കണം. ഞാൻ ഇത്ര കൊല്ലം പരിശ്രമിച്ചു, എനിക്കെന്ത് കിട്ടി, ഞാൻ എവിടെ എത്തി, എന്റെ വഴിയിൽ, എന്റെ മഖ്സദിൽ ഇലാഹി അൻത മഖ്സൂദി, ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. പടച്ചവൻ എന്റെ മഖ്സദ്, ഞാൻ ലക്ഷ്യം വെക്കുന്നത് നിന്നെയാണ്, നീയാണ് എന്റെ ലക്ഷ്യം. വറിളാക മത്ലൂബി, എന്റെ തേട്ടം നിന്റെ തൃപ്തിയാണ്, നീ തൃപ്തനാവണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പണി മുഴുവൻ എടുക്കുന്നത്. അവിടേക്കാണ് മനുഷ്യരുള്ളതെങ്കിൽ നമ്മുടെ ഈ കൂടലും നമ്മുടെ ഈ പരിശ്രമങ്ങളും ഒക്കെ നമുക്ക് പ്രയോജനമുണ്ട്. അവിടെ അല്ലെങ്കിൽ അല്ലാഹ് കാക്കട്ടെ, ബാഹ്യാർത്ഥത്തിൽ ആൾക്കാർ നമ്മളെ പറ്റി നല്ലത് പറയുണ്ടാവും, നമ്മളെ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ഒരു വൈറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ പോകുന്നുണ്ടാവും, മെഡിക്കൽ കോളേജിലൊക്കെ കാണാൻ. അങ്ങനെ അല്ലെങ്കിൽ വേറെ ആണെങ്കിലും നമ്മളെ കണ്ട പാടെ പറയും ഡോക്ടറാണ്. അതിന് ഒരു നേഴ്സിട്ട് പോയാലും നമ്മൾ പറയും എന്താണ് പറയും, സ്റ്റെതസ്കോപ്പ് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഡോക്ടർമാർ മാത്രമേ കിട്ടുള്ളൂ? അല്ല ഭായി, അത് ഏവം പോയി ഇവിടെ പോയി ചോദിച്ചാൽ എന്ത് ചെയ്യും? ഒരു ടെലസ്കോപ്പ് കിട്ടും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവരുടെ ജ്യേഷ്ഠൻ ഡോക്ടറാണ്. ഇടക്ക് അവന് ഈ വണ്ടിയിൽ ജ്യേഷ്ഠനെ വണ്ടിയിട്ട് പോകുമ്പോൾ ഈ ടെലസ്കോപ്പ് ഉണ്ടാവും അതിൽ. ഇതില് ഒരു ദിവസം വയനാട് നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലീസ് കൈ കാണിച്ചാൽ പറഞ്ഞു അർജന്റായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ്, ടെലസ്കോപ്പ് കാണിച്ചു കൊടുത്തിട്ട്. ഓ ഡോക്ടറൊന്നുമല്ല. അപ്പൊ പോലീസ് വേഗം വിട്ടും ചെയ്തു. ഇനി അതിന് നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് എന്താണ്, അത് ആർക്കും കിട്ടും. ഷക്കിൽ സൂറത്ത് എല്ലാവർക്കും കിട്ടും. ഉള്ളു കിട്ടണമെങ്കിൽ ഉസ്കി മെഹനത്ത്, അതിന് പരിശ്രമം ആവശ്യം, അതിന് പരിശ്രമം ആവശ്യം. അള്ളാനെ സ്വന്താക്കുക എളുപ്പമുള്ള വഴിയല്ല അത്. അതിന്റെ വഴിയിൽ മനുഷ്യൻ മെനക്കെടാൻ, അതവന്റെ മഖ്സദാവണം, മഖ്സൂദാവണം, അവന്റെ ലക്ഷ്യമാവണം. നമ്മളൊക്കെ എന്തിനാ ജീവിക്കണം വെച്ചാൽ നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഭാര്യ, മക്കള്, ഓരോ നല്ലോണം പഠിപ്പിക്കണം, ഒരു നല്ല ഉദ്യോഗത്തിൽ എത്തണം, അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കുള്ള ശമ്പളം ഉണ്ടാവണം, എന്നിട്ട് നമുക്ക് നമ്മളെ വീടിന്റെ സെറ്റപ്പ് അങ്ങനെ ഉണ്ടാക്കണം, എന്നിട്ട് അങ്ങനെ ഉണ്ടാവണം, എന്നിട്ട് ലാസ്റ്റ് നമ്മളെ പരിപാടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ മരിക്കല് അവിടെ എത്തും. അതുവരെ നമ്മൾ വേറെ പല പരിപാടിയിലുണ്ട്. വേറെ എന്തൊക്കെയോ പരിപാടിയില്ല, പേരക്കുട്ടിനെ ഉഷാറാക്കല്, ഓരോ ഉഷാറാക്കല്, അവിടെ ഇതാവല്, ഇതാവല്. ഇതൊരു മെഹനത്താണ്. അള്ളാഹുവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക, ആ വഴിയിലായി അപ്പന ആപ്കോ കപ്പാന, സ്വന്തത്തിന് അതിൽ ചെലവാക്കുക. സഹാബകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്ക് ഈമാൻ കിട്ടിയതോട് കൂടി അവരുടെ ജീവിതത്തിന്റെ ദിശ മാറി. മുസ്തഫ ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചെറിയ ചെറുപ്പക്കാരനാണ്, ഭയങ്കര അടിച്ചുപൊളിയില്. നാട്ടിൽ ഏറ്റവും വലിയ നല്ല ഫിഗർ ഉള്ള, അല്ലെങ്കിൽ നാട്ടിൽ നല്ല ഫാൻസ് ഉള്ള ആളാണ് ആര്? റോൾ മോഡലാണ് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ മുസ്തഫിന്റെ ഫാനായിരുന്നു. നമ്മളെ ഭാഷയെ പറഞ്ഞ അത്ര നല്ല വസ്ത്രം, അത്ര സൗന്ദര്യം, അത്ര സുഗന്ധം, മക്കയിലെ സ്ത്രീകളുടെ സ്വപ്നമായിരുന്നു എന്ന് എഴുതുന്നുണ്ട്. അത്ര നല്ല ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിച്ചു. പിന്നെന്താ സംഭവിച്ചത്? നമ്മൾ വായിക്കുന്നതാണ്. നബി തങ്ങൾ ശാസനങ്ങൾ മദീനയിലേക്ക് അയച്ചു. മദീനയിൽ പോയി തോട്ടങ്ങളിൽ അവിടെയും ഇവിടെയൊക്കെ ആൾക്കാരെ കൂട്ടി. താമസിക്കാൻ കൂടി സ്ഥലമില്ല, അവിടെ ഇവിടെയൊക്കെ കൂട്ടി ആൾക്കാരോട് ഖുർആൻ ഓതി കൊടുത്തു, ദഅവത്ത് ചെയ്തു, മാഹൗൽ ഉണ്ടാക്കി, ആൾക്കാരെ മക്കത്തേക്ക് ഹജ്ജിന് അയച്ചുകൊണ്ടേയിരുന്നു. നബി തങ്ങൾ ശാസനങ്ങളായിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം നബി തങ്ങൾ ശാസനങ്ങളെ ഹിജ്റക്കുള്ള വഴി തുറന്നു.
നബി തങ്ങൾ ശാസനം തങ്ങൾ നോക്കുമ്പം പള്ളിയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ തൊണ്ട ഇടറി. സഹാബക്കൾ നോക്കി എന്താണ്? നബി തങ്ങൾ ശാസനം തങ്ങൾ മുസ്അബിന്റെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല വില കൂടിയ വസ്ത്രം ധരിച്ച ആളായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ. മക്കയിൽ ഇപ്പം എത്രയോ കഷ്ണങ്ങൾ വെച്ച വസ്ത്രങ്ങളാണ് ധരിച്ചത്. അതിൽ ഒരു കഷ്ണം തോലിൻ്റെതാണ്. തുണിക്ക് പകരം റെക്സിന് സുപ്ര വെച്ച് തുണിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ആ സംഗതി. ഒരു മഖ്സദിനെ പൂർത്തിയാക്കാനുള്ള ജീവിതം, ഒരു മഖ്സദിനെ പൂർത്തിയാക്കാനുള്ള ജീവിതം. മനസ്സിലായി? നീ അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം. മരിച്ചു, ഉഹദിൽ ഷഹീദാക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. ശുഹദാക്കളെ ഖബർ ജനാസകൾ അന്വേഷിച്ചു. രക്തം പുരണ്ട് കിടക്കുന്ന മുസ്അബ് ബിൻ ഉമൈറിനെ കണ്ടു. സുമുഖൻ, പക്ഷെ രക്തവും ചാളിയൊക്കെ കൂടിക്കിടക്കുക. കഴുകാൻ കുളിപ്പിക്കാൻ പറ്റൂല, ഷഹീദാണ്. കഫൻ തുണി നോക്കുമ്പം ഒരു തുണിയാണുള്ളത്. അത് മൂണ്ട് തല മൂടിയാൽ കാല് മൂടാൻ പറ്റൂല, കാല് മൂടിയാൽ തലയും മൂടാൻ പറ്റൂല. ആരാ ഇയാള്? മക്കയിൽ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച ആള് അവസാനം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് ജീവനും രക്തവും അള്ളാഹ്ക്ക് കൊടുത്തു എന്ന് മാത്രല്ല, ഒരു പൂർണ്ണമായ കഫൻ തുണി കൂടിയും ഇല്ലാത്ത അവസ്ഥയിൽ പോയി. നബി തങ്ങൾ ശാസനങ്ങൾ അടുക്കൽ വന്ന് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ഇദ്ഖർ എന്ന് പറഞ്ഞ മദീനയിലെ പുല്ലുണ്ട്, അതെടുത്തിട്ട് നിങ്ങൾ കാൽഭാഗം പൊതിഞ്ഞൊളി. അതുകൊണ്ടാണ് ഖബ്ബാബ് അൽ-അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖബ്ബാബ് അൽ-അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങളെ കൂട്ടത്തിലെ ഭാഗ്യവാൻ മുസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു. ഞങ്ങളെ കൂട്ടത്തിലെ ഭാഗ്യവാൻ മുസ്അബ് ബിൻ ഉമൈർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്. നമ്മളെ ഭാര്യനെ നോക്കലോ, മക്കളെ നോക്കലോ, ബിസിനസ് ഡെവലപ്പ് ചെയ്യലോ, ബിസിനസിന്റെ ബ്രാൻഡ് വലുതാക്കലോ, അതൊക്കെ ഉണ്ടായിക്കോളും. വലിയ ബ്രാൻഡ് ഉണ്ടായിക്കോളും, കുഴപ്പമൊന്നുമില്ല. മക്കള് വലിയ സമ്പന്നന്മാരായിക്കോളും, ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ജാഫർ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായി. അത് ജാഫർ റളിയല്ലാഹു അൻഹു പണിയെടുത്തിട്ടൊന്നുമല്ല. ജാഫർ റളിയല്ലാഹു അൻഹു ഷഹാദത്തിന് പോകുമ്പോൾ, ജോർദാനിലേക്ക് മോത്തയിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ. ജാഫർ റളിയല്ലാഹു മോൻ അബ്ദുള്ള ചെറിയ കുട്ടിയാണ്. പിന്നീട് നിങ്ങൾ സംഭവം വായിച്ചിട്ടുണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ അത്ര സമ്പത്ത് ചെലവാക്കി അവസാനം കൊണ്ടുപോയി അമാനത്തായി ഏൽപ്പിക്കുന്നവരും കടമേൽക്കുന്നവരും എല്ലാവരും ചെലവാക്കലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, സുബൈർ നിങ്ങൾ ഒരു ലെവലില്ലാതെ ചെലവാക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു അത്ര പൈസ ചെലവാക്കി. അദ്ദേഹം കണക്കൊക്കെ എഴുതി. നമ്മളവരിങ്ങനെ വാങ്ങാൻ ചെലവാക്കലല്ല, കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്നു. കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചത് ആരാക്കെ വാങ്ങിയത്, ആർക്കാ കൊടുക്കാനുള്ളത്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ വഫാത്തിന്റെ സമയം മോനോട്, അബ്ദുള്ള അദ്ദേഹത്തിന്റെ മോന്റെയും പേര്, പറഞ്ഞു, മോനെ എന്റെ കടം വീട്ടാനുള്ള മാർഗങ്ങൾ ഇന്നൊക്കെയാണ്, ഇന്നാൾക്ക് ഞാൻ കൊടുക്കാനുണ്ട്, ഇന്നാളത് ഏതാണ് കിട്ടാനുള്ളത് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അഥവാ ഇതുകൊണ്ട് ഇത് വീടിട്ടില്ലെങ്കിൽ നീ മൗല സുബൈറിനോട് പറഞ്ഞാൽ മതി. മൗല സുബൈർ എന്ന് പറഞ്ഞാല് നമ്മളെ ഭാഷയിലൊക്കെ പറയണ ബോസ് എന്നൊക്കെ. എന്റെ ബോസിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഏതോ കച്ചവടത്തിലോ ഇടപാടിലോ എന്തെങ്കിലും മൗല വേറെ ആരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പാപ്പനോട് ചോദിച്ചു, നിങ്ങളെ മൗല ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ മൗല അള്ളാഹു ആണ്. ഞാൻ പറയണ ഈരാറ്റുപേട്ടയില് ഒരാളെന്നെ വിളിച്ചു, മലപ്പുറത്തുള്ള ഒരാള്. ഞാൻ ഈരാറ്റുപേട്ടയിലുള്ളത്, എന്റെ ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അവിടെ എനിക്കൊരു 10,000 രൂപന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? നമ്മളുള്ള ഏതെങ്കിലും എനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് പറയും, ഇന്ന ആളോട് പോയി വാങ്ങിക്കോ, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. എന്നോടുള്ള ബന്ധത്തിന്റെ പേരിൽ അവർ കൊടുക്കും. അതൊരു ബന്ധമാണ്. ഒരു ബന്ധമില്ല അതിനോട് പീഡിയക്കാരനോട് വാങ്ങിക്കോ പറഞ്ഞാൽ അയാൾക്ക് എന്നെ അറിയില്ലല്ലോ. ഒരു ബന്ധമാണ്. ഇന്ന ആളോട് വാങ്ങിക്കോ, ഇന്ന ആളോട് വാങ്ങിക്കോ, ആ പേജിനോട് വാങ്ങിക്കോളൂ, കൊടുക്കും. എന്നോടുള്ള ബന്ധത്തിന് ഈ ബന്ധാണ് മോൻക്ക് പറഞ്ഞു കൊടുക്കണേ. മോൻക്ക് നിന്റെ അള്ളാഹിനോട് ചോദിച്ചോ എന്നല്ല പറഞ്ഞത്, മൗല സുബൈറിനോട് ചോദിച്ചോ. കാരണം ഞാനുണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം.
നിങ്ങളൊന്നും ഇത് നിങ്ങൾ വെറുതെ കേട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒറ്റ കാലിക്കണം. ഭൂമിയിൽ നിന്നൊരടിമ പറയാണ്, മോനെ നിനക്ക് അങ്ങനത്തെ സാമ്പത്തികമായി എന്റെ കടം വീട്ടാൻ പ്രതിസന്ധി വരികയാണെങ്കിൽ നീ എന്റെ മൗലനോട് പറഞ്ഞാൽ മതി, ഞാനും ഓനോ അങ്ങനത്തെ ബന്ധാണ്. സഹാബാക്കൾ ഈ സാധനമാണ് ഉണ്ടാക്കിയത്. ഈ ബന്ധം അല്ലാഹുമായുള്ള ആ ബന്ധം. ബാപ്പ മരിച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു മരിച്ചു, കടങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുള്ളത് വാങ്ങുന്നുണ്ട്, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അബ്ദുല്ലാഹ് ഇബ്നു ജാഫറിന് പൈസ കൊടുക്കാണ്ട്, ജാഫർ പൈസ രണ്ട് എന്നുള്ള അർത്ഥത്തിൽ മകനെ വായിച്ചു. സുബൈർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുല്ല, ജാഫർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുല്ലനോട്, ജാഫർ റളിയല്ലാഹു മുഹത്തത്തിൽ മരിച്ചു വെച്ചിട്ട് ചെറിയ കുട്ടിയാവുമ്പോ ജാഫർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുല്ലനോട് പറഞ്ഞു, അബ്ദുല്ല ഈ എന്റെ ഉപ്പക്ക് 1,00,000 ദീനാറോ അല്ലെങ്കിൽ ദിർഹമോ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ പറഞ്ഞു, നിനക്ക് എപ്പോഴാ ആവശ്യമുള്ളത് അബ്ദുല്ല, ഈ വാങ്ങിക്കോ. രണ്ടാളും അബ്ദുല്ലമാരാണ്. നിനക്ക് എപ്പോഴാ ആവശ്യമുള്ളത് നീ വാങ്ങിക്കോ ഇബ്നു സുബൈർ. ആയിക്കോട്ടെ, ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ആവശ്യമുണ്ടാവും വാങ്ങിക്കൊണ്ടു. പിന്നെയും കണക്ക് ബുക്ക് നോക്കണതിന്റെ ഇടയിലാണ് മനസ്സിലായത് എന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു ജാഫറിന് 1,00,000 ദീനാർ കൊടുക്കാനുള്ളതാണ്. ഫോറിന് മാപ്പാക്കണം, എന്റെ ഉപ്പ അങ്ങോട്ട് തരാനുള്ളതാണെന്നത്. അത് സാരിലെ തന്നോളന്നില്ല. ജാഫർ റളിയല്ലാഹു അൻഹു വാരിക്കൂട്ടിണ്ടാക്കി കൊടുത്തതല്ല അത്. മക്കൾ സമ്പന്നനാവണമെങ്കിൽ അതിന്റെ കാര്യത്തിൽ ആരും നിലപാടെടുക്കും? അല്ലാഹു കൊടുക്കും. നമ്മളിന്ന് മക്കളെയും പേരക്കുട്ടികളും ഒക്കെ സമ്പാദ്യമുള്ളവരാക്കി എല്ലാവരുടെ പ്രശ്നം തീർത്തിട്ട് നമ്മൾ പ്രശ്നത്തോട് കൂടി മരിക്കണം എന്ന് വിചാരിച്ചു ഓടുകയാണ്. നമ്മളെ വാപ്പ അങ്ങനെ ഓടുന്നത്, നമ്മളെ വല്യാപ്പ അങ്ങനെ ഓടിയത്, നമ്മളിപ്പോ അങ്ങനെ ഓടുന്നത്, നമ്മളെ മക്കളും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓടണം. ഇതൊന്നല്ല, നമ്മൾ ഭൂമി കുറച്ച് കാലത്തേക്ക് വന്നതാണ്. ഈ ഖബർസ്ഥാനിൽ ഇവിടെ ഫുള്ള്, ഈ ഖബർസ്ഥാനിലൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ ഒരു സലാം എഴുതി വെച്ചിട്ടുണ്ട്, ജനലിനോടെ ഞാൻ സംസ്കരിച്ചത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് നമ്മൾ വന്നു ചേരുന്നതാണ്. നമ്മളതൊരു സലാം പറയാനുള്ളതാണെന്നാ വിചാരിച്ചത്. അല്ല, ലക്ഷ്യം ഓർമ്മാക്കി തരാണ്. ഈ ഇരിക്കണ ഞാനുങ്ങളൊക്കെ ഇതേപോലെ കിടക്കേണ്ടി ദിവസമുണ്ട് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കണമെന്നെങ്കിലും മനസ്സിലാക്കി. നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂട്ടത്തിൽ ആര് പൂർത്തിയാക്കി തരും? അല്ലാഹു പൂർത്തിയാക്കി തരും. ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ വേറെ എന്ത് പൂർത്തിയാക്കിയിട്ടും കാര്യമില്ല. ഗഫ്ലത്തിൽ ജീവിതം തീർന്നു പോകും. ഗഫ്ലത്തിൽ ജീവിതം തീർന്നു, നമ്മളതും തീർന്നു, നമ്മളെ മക്കളതും തീർന്നു. അതുകൊണ്ട് സാറുമാരെ, സ്നേഹിമാരെ, അള്ളാഹനെ അറിയുക, അതാണ് ഏറ്റവും വലിയ പണി. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയലാണ് നമ്മളെ പണി. ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ ജീവിക്കാനുള്ള പണികളാണ്. അതെന്തായാലും അള്ളാഹു റിസ്ക് തരും. റിസ്ക് തരൂല നമ്മൾ വെറുതെ വിചാരിക്കാണ്. നമുക്ക് അള്ളാഹുള്ള വിശ്വാസക്കുറവ് മാത്രമാണ്. ബഹ്ലൂൽ മജ്നൂൻ ഉണ്ടായിരുന്നു ഹാറൂൺ റഷീദ് രാജാവിന്റെ കാലഘട്ടത്തിൽ. ഹാറൂൺ റഷീദ് വലിയ ആബിദായ, വലിയ സാലിഹായ നല്ല മനുഷ്യനായിരുന്നു. ആയിരക്കണക്കിന് ആളെ അദ്ദേഹം ഹജ്ജിന് അയക്കുമായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പത്ത്. അങ്ങനെ വലിയ ഒരു നല്ല ആളായിരുന്നു ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹജ്ജിന് യാത്രയായി പോകുമ്പോൾ വഴിയിൽ ബഹ്ലൂൽ മജ്നൂനെ കണ്ടപ്പോഴുള്ള സംഭാഷണങ്ങളൊക്കെ ഫളായിൽ സദഖാത്തിലോ മറ്റുണ്ട്. ബഹ്ലൂൽ മജ്നൂനോട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും. ബഹ്ലൂൻ കുറെ ഉപദേശങ്ങൾ കൊടുത്തു. അദ്ദേഹം കുറെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് തെറ്റെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ ആരുന്ന ടാക്സ് മറ്റൊക്കെ പിരിച്ചോ, ഓർക്കൊക്കെ കൊടുത്തേക്ക്, എനിക്കതൊന്നും വേണ്ട. പിന്നെയും കുറച്ചെന്തോ പറഞ്ഞപ്പോൾ പിന്നെയും എന്തോ കൊടുക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളെ റിസ്കിന്റെ കാര്യം നോക്കണ അള്ളാഹു ബഹ്ലൂനെ മറന്നു പോകുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒരു രാജാവ് എന്തോ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്. കാരണം നിങ്ങൾക്ക് തരുന്ന അതേ യജമാനൻ ആർക്കും തരും, എനിക്കും തരും. അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, ഭക്ഷണവും വസ്ത്രങ്ങളും ഇതാണ് നമ്മളെ ലക്ഷ്യമായി കഴിഞ്ഞാൽ എന്താ കാട്ടുക? ഒരു ജോലി എങ്ങനെങ്കിലും നേടക്കാവായി. നമ്മൾ അതിന് വന്നതാണോ? അതിന് വന്നതല്ല. ലക്ഷ്യം അല്ലാഹു. അതിൻ്റെ കൂടെ ജോലി ഉണ്ടാവും, അതിനിടെ കച്ചവടം ഉണ്ടാവും, വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാവും. ഒന്നും ഉണ്ടാവണ്ടെന്ന് വരില്ല. ലക്ഷ്യം അതല്ല, അതങ്ങനെ ഉണ്ടായിക്കോളും.
ഇവിടെ ബ്രാൻഡായ കച്ചവടമൊക്കെ അവര് ബ്രാൻഡാക്കാൻ വന്നതൊന്നുമല്ല, ഓരോരോ കച്ചവടം ചെയ്തു അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഓരോ പലതും പറയും, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. പൊട്ടിട്ട് അവൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് പോയവൻ പറയും ചെയ്യും ഇങ്ങനെ പൊട്ടിയെന്ന്. ഒരു ബ്രാൻഡ് നിലനിർത്തുന്നവനും അതിനെ കൊണ്ടെടുക്കണോ ഒക്കെ ഫുൾ അല്ലാഹുവാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അതായുള്ള ജീവിതത്തിന്റെ മഖ്സദാണ്. അവിടെ സാർമാരെ ഈ കൂടൽ വെറുതെ കൂടല്ല. എല്ലാ മാസത്തിലും 1.5 മാസം കൂടുമ്പോഴോ മറ്റൊക്കെ നമ്മളിങ്ങനെ വെറുതെ കൂടുന്നത് വെറുതെ കൂടല്ല. കുറെ കൂട്ടുകാരെ കാണാൻ, കുറെ ഭക്ഷണം കഴിക്കാം, ഏതായാലും ഒരു ഞായറാഴ്ച അല്ലേ. കബീബിനെ ഈ ഒരിക്കലും അല്ല. ലക്ഷ്യത്തിൽ വരുന്നവൻ, വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് ലക്ഷ്യത്തിൽ വരുന്നവൻ ഓ കുച്ച് പായക, ഓൻ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. ഇതൊരു തലാശാണ്, ഇതൊരു അന്വേഷണമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അലയലാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അള്ളാഹ്ക്ക് വേണ്ടിട്ട്. അള്ളാഹു താല തരും. ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക്, കാരണം നമ്മൾ ദുനിയാവിൽ വേറെ എവിടെയോ ആണുള്ളത്. അള്ളാഹ് എനിക്കും ഇങ്ങൾക്കും മനസ്സിലാക്കി തരട്ടെ. അതുകൊണ്ട് ലക്ഷ്യം അള്ളാഹനെ അറിയലാണ്, അള്ളാഹനെ അറിയൽ, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കൽ, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കൽ, അള്ളാഹ്ക്ക് വേണ്ടി ആയിത്തീരും. ഇതൊരു വലിയ സംഗതിയാണ്. ഞങ്ങൾ യാത്രയിൽ പല സ്ഥലത്തും പല ആൾക്കാരും കണ്ടു, പല സ്ഥലങ്ങളിൽ പല പള്ളിയിൽ നിസ്കരിക്കാൻ പോയി, പല ആൾക്കാരെ കണ്ടു, പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടു. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയല്ലോ, ദുനിയാവിന് വേണ്ടി ആൾക്കാർ ഓടുന്ന ഒരു നാടാണ്. ആൾക്കാർ ഓടുകയാണ്. ഞങ്ങളിങ്ങനെ രാവിലെ സുബീസ്കാരം കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലം ഉണ്ടാവുന്ന ജസ്റ്റ് കാണാൻ പറഞ്ഞു. ആള് വീടിന്റെ ഒരു ബാക്ക് സൈഡാണ്. ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്നു. ഒരു പാലത്തിന്റെ മുകളിലാണ്, 1:30 മണിയായിട്ടുണ്ട്. പാലത്ത് നോക്കുമ്പോൾ 2 വിശാലമായ റോഡിനുള്ള കുറുകളുള്ള ഒരു പാലാണ്, ഒരു നടപ്പാലം. അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ 7 മണി 8, 6:30, 7 മണിക്കൊക്കെ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ ഹൈ സ്പീഡിൽ പോവാണ്. എവിടേക്കാണ്? ഓഫീസുകളിലേക്ക് ഓടുകയാണ്. നമ്മളതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അത്ഭുതം തോന്നും. പടച്ചോനെ, ഇത്രയും മനുഷ്യർ എവിടേക്കാണ് ഓടുന്നത്? ഓരോരുത്തരും അവരവരുടെ ദുനിയാവിന്റെ ഓഫീസുകളും ലക്ഷ്യങ്ങളുമായി ഓടുകയാണ്. രാവിലെ എന്നിട്ട് ഓടുക. അങ്ങനെ പണിയെടുക്കുക. 10 മണിക്കൂർ, 15 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂറൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. അവിടെ വീടുകൾക്കൊരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ റോഡ് മതിൽ കഴിഞ്ഞാൽ വീടിന്റെ നമ്മളൊരു മതിൽ കെട്ടില്ല, കോമ്പൗണ്ട് വാള് നമ്മളെ, അത് മിക്കവാറും നമ്മൾ റോഡിനോട് ചേർന്ന് നമ്മളിവിടെ കെട്ടല്. അവിടെ കുറച്ച് വിട്ടിട്ട് കെട്ടുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ല്, ഒരു നടപ്പാത, പിന്നെ റോഡ് ഉണ്ടാകുക എല്ലാ വീടിന്റെ മുമ്പിൽ. ആ പുല്ല് ഗവൺമെന്റ് വെച്ചു കൊടുക്കണതാണ് പോലും. വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, പുല്ല് വെട്ടിയില്ല, അതിന്റെ ഫൈൻ കെട്ടാൻ വേണ്ടിയിട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ വരും മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ഓരോ ഓഫീസിൽ നിന്ന്, ഏത് വീടിന് മുമ്പിലാ പുല്ല് വെട്ടാത്തത് അവർക്ക് ഫൈനാണ്. അപ്പൊ എല്ലാവരും വെട്ടണം പുല്ല്. അപ്പൊ ഞാൻ പറഞ്ഞ വേഗം വെട്ടിക്കൂടെ, എളുപ്പമുള്ള കേസല്ല, ഇതിന് ഫൈൻ വരാൻ നിൽക്കണമെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തായാലും 1 മണിക്കൂർ പോണ്ടേ, 1 മണിക്കൂർ കുറച്ച് സമയം ചെലവാക്കണ്ടേ? ആ മണിക്കൂർ കൊണ്ട് ഇവിടെ വേറെ പൈസ ഉണ്ടാക്കല്ലോ. അവിടെ അവറിന് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഓർക്കൊരു മണിക്കൂർ ചെലവാക്കാറണല്ലോ. അവന്റെ വീടിന് 2 സൈഡും ഇങ്ങനെ ഒരു കോർണറിലായതുകൊണ്ട് 2 സൈഡും വെട്ടണം എനിക്ക്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇത് വലിയ മുസീബത്താണല്ലോ, 2 സൈഡ് വെട്ടണം. ഞാൻ വൈഫിനോട് അപ്പം തന്നെ പറഞ്ഞത്, ഇത് കുറച്ച് വലിയ വീടായതുകൊണ്ട് ഓൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പറയുന്നത്. എന്നുവെച്ചാൽ 1 മാസത്തിലോ 1.5 മാസത്തിലോ ഒന്ന് വെട്ടിയാൽ മതി, ഡെയിലി രാവിലെ വെട്ടണ്ട. 1.5 മാസത്തിൽ 1 മണിക്കൂറും കൂടി കൊടുക്കാൻ സമയമില്ല. കാരണം ആ 1 മണിക്കൂർ കൊണ്ട് വേറെ പലതുണ്ടാക്കാം. അങ്ങനെ തിരക്ക് പിടിച്ച മനുഷ്യൻ. ഞാനിത് നിങ്ങൾക്ക് അതിന് പറഞ്ഞതാണ്. ഒരു പുല്ല് പരന്റെ മുമ്പുള്ളത് ഫൈൻ കൊടുക്കണേ, എന്നിട്ട് കൂടി വെട്ടില്ല. ആ മണിക്കൂർ പോകുന്ന വിചാരിച്ചില്ല, അല്ലാതെ വേറെ മടി ഉണ്ടായിട്ടല്ല. അങ്ങനത്തെ മനുഷ്യരെ ഒരു 4,000-5,000 ആൾക്കാരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകാരനാൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു? നമുക്ക് അവിടെ 5,000 ആളെ പങ്കെടുത്ത് വെച്ചാൽ 5,000 ആളല്ലേ എന്ന് ചോദിക്കും. നമ്മളിവിടെ സ്റ്റേറ്റ് മഷൂർക്ക് തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 5,000 എത്തും. ഇതങ്ങനത്തെ മനുഷ്യർ, തിരക്കിന്റെ അങ്ങുള്ള ആൾക്കാർ അങ്ങനെ വന്ന് കെടുക്കണം, അങ്ങനെ വന്ന് പരിശ്രമിക്കണം.
അങ്ങനെ ഒരു 3 ദിവസം പോവാന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ സംഭവമാണ്. പുറപ്പെടാൻ ആൾക്കാർ വന്നിങ്ങനെ കിടക്കുക. വലിയൊരു മൈതാനത്തായിരുന്നു ഇസ്തിമ വെച്ചിരുന്നത്. അതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇസ്തിമന്റെ ആ മൈതാനത്ത് അവിടുത്തെ ഒരു സിസ്റ്റതാണ്, മൈതാനത്ത് ഉറങ്ങാൻ പറ്റൂല. ആൾക്കാർക്ക് ഭയങ്കര സേഫ്റ്റി ഉള്ള ശ്രദ്ധിക്കേണ്ട ഒരു നാടാണ്. അതുകൊണ്ട് മൈതാനത്ത് ഉറങ്ങാൻ പറ്റൂല എന്നൊക്കെ ഉള്ള എന്തൊക്കെ വിഷയങ്ങളും അവസ്ഥകളൊക്കെ വന്നപ്പോൾ താൽക്കാലികമായി പരിപാടി നടത്താം, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഉറങ്ങാൻ വേറെ സ്ഥലത്തേക്ക് പോകണം, ആകെ പ്രയാസമാവും. ഒരു മദ്രസയിൽ മാഷാ അല്ലാഹ് മൗലാന എത്തൂല എന്നുള്ളൊരു സംശയം ഇങ്ങനെ വെറുതെ ഉണ്ടായപ്പോൾ ഇതിന് കുറച്ച് സിഡ്നിയിൽ ഒരു സമ്മേളനം വെക്കാം, മെൽബണിൽ ഒരു സമ്മേളനം വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു തീരുമാനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. മാഷാ അല്ലാഹ് അള്ളാന്റെ കുതിരത്ത് കൊണ്ട് മൗലാന എത്തി, മൗലാന മക്കളൊക്കെ എത്തി. സിഡ്നിയിൽ തന്നെ വലിയ സമ്മേളനം നടന്നു. ഒരു ദാറുൽ ഖൈർ, ദാറുൽ ഉലൂം സിഡ്നി, അവിടെ വെച്ചിട്ട് സമ്മേളനം ഉണ്ടായിരുന്നു. ഏകദേശം 4500-5000 ആൾക്കാർ പങ്കെടുത്തു. ഒരു വർഷത്തേക്കുള്ള ഉലമാക്കളുടെ ഒരു ജമാഅത്ത് സമ്മേളനത്തിന് പുറപ്പെട്ടു. 4 മാസം ജമാഅത്ത് പുറപ്പെട്ടു. 78-40 ദിവസം ജമാഅത്ത് പുറപ്പെട്ടു. എത്ര ആൾ കൂടിയിട്ട് 5000 ആൾ കൂടിയിട്ട് 78-40 ദിവസം മതി. ഇങ്ങനത്തെ മനുഷ്യന്മാരാണ്, ഇങ്ങനത്തെ മനുഷ്യന്മാരല്ല. ഇത്ര ആൾക്കാർ കൂടാണ്. ഞാൻ ചോദിച്ചു, സമ്മേളനത്തിന് മുമ്പ് എങ്ങനെ പരിശ്രമം? സമ്മേളനത്തിന് മുമ്പ് ഏകദേശം 500 ആൾക്കാർ പരിശ്രമിക്കാൻ വന്നിട്ടുണ്ട്. ആൾക്കാരെണ്ണ പറഞ്ഞു, പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും. സമ്മേളനം കഴിഞ്ഞു വന്നപ്പോൾ നമ്മളവിടെ മദീന മുനവ്വറയിലുള്ള ജമാഅത്തുണ്ട്, മലേഷ്യ എന്നുള്ള ജമാഅത്തുണ്ട്, മെൽബണില്. മാഷാ അല്ലാഹ് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രമങ്ങളുടെ കുറെ ആവശ്യമുള്ള സ്ഥലമാണ്. ദുനിയാവിന്റെ ഹാലാത്തുകളുടെ നാടാണത്. പക്ഷെ അവിടെ പരിശ്രമവും പള്ളികളും അവസ്ഥകളും ഒക്കെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് ഈ ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം ഇല്ലെങ്കിൽ ഇതിന് വെളിച്ചുകൂടി കാണാൻ കഴിയില്ല. അടുത്ത ജനറേഷൻ, നമ്മുടെ മലയാളികളൊക്കെ കുറെ ആൾക്കാരുണ്ട് അവിടെ. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത ജനറേഷന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെട്ടോളി. കാരണം നല്ല ദീനുമായിട്ട് എന്ന സോമാലികള്, ലബനാനികള്, അതേപോലെ തന്നെ സൗദികള്, അങ്ങനെ പല അറബ് രാജ്യങ്ങളിൽ നിന്ന് നല്ല ഫുൾ ദീനുമായിട്ട് വന്നവർ ഇന്ന് അവരുടെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി, അവിടുത്തെ രാജ്യക്കാരായി, ഓസ്ട്രേലിയക്കാരായി. അവസാനം ദീന് കൈമന്ന് പോയി. ദീന് കൈമന്ന് എവിടെ ഇല്ല, എവിടെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ. എവിടെ ഇല്ലാതായി, മാർക്കറ്റുകളിലും ബാക്കിയുള്ളവരൊക്കെ ആയി. ആ അറബികൾ നല്ല ദീനുള്ളവർ, അവിടുന്ന് ദീൻ കൈമന്ന് പോയി. വേറെ കുറെ അവസ്ഥകളിൽ ജീവിക്കാൻ. കുറെ എന്നോട് അവിടെ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുമോ, ഇയാളെ കാണാൻ പറ്റുമോ, നാട്ടിൽ നിന്ന് വന്നതാണ്, ഇപ്പൊ ഒരു മുസ്ലിം സ്ത്രീന്റെ കൂടെ ഉള്ളത്, മോനും ഇസ്ലാം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മലയാളികളെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞു. ഫുള്ള് പോയി കാണാൻ നേരം കിട്ടിയിട്ടില്ല. അവനോട് വേറെ കൂട്ടുകാരൻ പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു. അവിടെ ഉള്ള കുറെ വർഷമായി പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല, ഇതിവിടെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലും ദീനനുസരിച്ച് ജീവിക്കുന്നവർ, ഹിജാബുള്ളവർ, സുന്നത്തായ താടിയുള്ള ആൾക്കാർ, പള്ളിയിൽ സമയം കൊടുക്കുന്ന ആൾക്കാർ, ഈ പറഞ്ഞ അവർണൊക്കെ എത്ര വിലയുള്ള സ്ഥലത്ത് അവിടെയും ആളുകൾ മസ്ജിദ് ആബാദിയാക്കുന്നുണ്ട്, മസ്ജിദുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഭയങ്കര ദീനുള്ള ആൾക്കാരെന്ന്. ഒരു വലിയ വലിയ നഷ്ടങ്ങൾ, ഭൗതികമായ നഷ്ടങ്ങൾ സഹിച്ചിട്ടും ഈ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാറുമാർ സ്നേഹമാരെ, ഒരാളുടെ മനസ്സിന്റെ ലക്ഷ്യം നന്നായാൽ അവനെല്ലാം എളുപ്പമാവും. ലക്ഷ്യം നന്നായിട്ടില്ലെങ്കിൽ പിന്നെ അവന് കാര്യങ്ങൾ ചടങ്ങുകളാവും. അതുകൊണ്ട് അള്ളാഹനെ അറിയണം. നമ്മൾ മരിക്കുമ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ മരിക്കണം. അത് നമ്മളെ ലക്ഷ്യമാവണം. മാഷാ അല്ലാഹ് നമ്മളെ ലക്ഷ്യങ്ങളിൽ അങ്ങനെ ആവുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ലക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
ഞാൻ ഒരിക്കൽ ഡോക്ടർ സാഹിബ് ഞങ്ങളെല്ലാവരുള്ള യാത്രയിൽ, കേരളത്തിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ ഒരാളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ജോഡിയാക്കിയിട്ട് ഞങ്ങളൊരു കാറിലുണ്ടായി. പിന്നെ അങ്ങനെ ഇവിടെ ജോഡി മുലാഖാത്തിലൊക്കെ പോയിരുന്നു. പ്രായമുള്ള ആളാണ്. നമ്മളെ കരുനാഗപ്പള്ളിയിലുള്ള യൂസുഫ് ഹാജിക്ക, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സർവ്വതമാകട്ടെ. അല്ലേ, കരുനാഗപ്പള്ളി തന്നെയല്ലേ, തേവലക്കര അല്ലേ? അതുണ്ടായിരുന്നു. ഞാൻ അന്ന് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചില പരിപാടികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, ഇയാളൊക്കെ വെറുതെ ഇതിനു വേണ്ടി നടക്കുകയാണ്. ഇതിനു വേണ്ടി ഇപ്പോഴൊന്നല്ല, വർഷങ്ങൾ മുമ്പ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുലാഖാത്തിന് അദ്ദേഹത്തിന്റെ കൂടെ അവർക്ക് ഇതൊക്കെ എന്നിൽ പരിപാടിയുള്ളൂ, വേറെ വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അന്നിങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അതിന് ശേഷം എന്തോ ആരോ മക്കളോ ആരോ ഒരാളിനോട് എന്തോ വേറെ ആരോ എന്നോട് പറഞ്ഞിരുന്നു ഒന്ന് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ അയാളൊക്കെ ആ ഒരു ലക്ഷ്യത്തിൽ പോകണല്ലേ, പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ. അദ്ദേഹത്തിനെ ഞാൻ മലപ്പുറത്ത് ജമാഅത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഇത് ഓർമ്മ വന്നു, പടച്ചോനെ ഇയാൾ ഇപ്പോഴും ജമാഅത്തിലുണ്ടല്ലോ, മാഷാ അല്ലാഹ്, ഇതൊക്കെ ലക്ഷ്യങ്ങൾ പരതി നടക്കുകയാണല്ലോ എന്നൊക്കെ ഞാൻ ജമാഅത്തിനെ കണ്ടു. ഒരു കുറഞ്ഞ സമയം ഞാൻ അവരുടെ കൂടെ ഇരുന്നിരുന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 1:15 എനിക്ക് കോൾ വരുന്നുണ്ട്, ഞാൻ ഇന്നാൾ മരിച്ചിട്ടുണ്ട്. 1:15 രാത്രി ഞാൻ പെട്ടെന്ന് കോൾ എൻ്റെ ഇന്നാൾ മരിച്ചിട്ടുണ്ട്, ഇന്നങ്ങനെ അങ്ങനെയൊക്കെ. എവിടുന്ന മരിച്ച്? ജമാഅത്തിന്ന്. ഞാൻ ഉദാഹരണം പറയണ്ട, നമ്മളെ കൂട്ടത്തിൽ ജീവിക്കണ മനുഷ്യരാണ് ഇവര്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നമ്മളെ പോലെ ഒരു ചിന്ത ഇനിയിപ്പോ അടുത്ത വർഷം നമ്മളിപ്പോ പോയി വന്നിട്ടേ ഉള്ളൂ. നമ്മൾക്ക് വേറെ പല പരിപാടി ഉള്ളതിന്റെ ഇടയിൽ നിന്ന് നമ്മളിങ്ങനെ കൊടുത്തിട്ടാണ് ചെറുതായിട്ട് ലക്ഷ്യമായി. ദുനിയാവ് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, കാരണമെങ്കിലൊക്കെ മരിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടിയല്ലോ ഭാഗ്യവാനാണ്. ജമാഅത്തിലെ മുദാക്കറ എന്തേക്കുണ്ടാവുക നിങ്ങൾ പറയും. നമ്മളെന്നെ ജമാഅത്തിലാവുമ്പോൾ ഭയങ്കര ഫിക്രയിക്കും. ആ ഫിക്രിന്റെ അവസ്ഥയിലൊക്കെ ഒരാൾ മരിച്ചിട്ട് അയാൾ ഭാഗ്യവാനായി. നമ്മൾ പിശുക്കാണ്, നമ്മൾ ദുനിയാവിന് വേണ്ടി വലിക്കാണ്. ദുനിയാവിന്റെ എല്ലാ ആവശ്യത്തിനും നമ്മളെ സമയമുണ്ട്. ദുനിയാവിന്റെ എല്ലാ ആവശ്യത്തിനും. ഇന്ന് ഇവിടുന്ന് ആസേക്കന്മാരെ ഒരാളോട് പറഞ്ഞു, ഞാൻ നാളെ ഡൽഹിയിൽ നിന്ന് കണ്ടിരുന്നു. ഞാൻ നിങ്ങൾ ഡൽഹി പോയിരുന്നു? ആ ഡൽഹി പോയിരുന്നു. ഞാൻ ഡൽഹിയിൽ എന്തിനാ നിങ്ങൾ പോയിരുന്നു? പറഞ്ഞു അപ്പുറത്ത് കശ്മീരിലേക്ക് 2-3 ചങ്ങായിമാരെ കൊണ്ടുപോയി. ഞാൻ അപ്പം പറഞ്ഞു, ആ കാശ്മീർക്കൊക്കെയാണ് നിങ്ങൾ പോകും, അള്ളാന്റെ മാർഗത്തിൽ പോകാൻ മാത്രമേ നമുക്ക് നേരമില്ലാത്തതുള്ളൂ. ഇത് അയാളെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരും കാര്യമാണ്. കാശ്മീർക്ക് ഇപ്പോൾ ട്രേഡിങ് ചോദിച്ചാൽ നമ്മളൊരു 5 ആൾ പോകും. നിങ്ങൾ ആരുണ്ടോ ചോദിച്ചാൽ ആൾക്കാരൊന്നും എപ്പോഴാ പോണേ. നമുക്ക് നേരമില്ലാത്ത പ്രശ്നമോ പൈസ ഇല്ലാത്ത പ്രശ്നമല്ല, സംഗതി തിരിഞ്ഞെടുക്കാണ് വേറെ സ്ഥലത്തേക്ക്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്. എന്റെ ഹൃദയത്തിന്റെ മുഖം ഞാൻ ആകാശഭൂമികളായ അല്ലാഹുവിലേക്ക് തിരിക്കുന്നത്. മുഖാണ് തിരിക്കുന്നത്, ഈ മുഖമല്ല, അത് ഹൃദയത്തിന്റെ മുഖാണ്. അത് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് കിട്ടണ സഹോദരന്മാരെ, അതിന് കുറച്ച് മെനക്കെടുണ്ടാവും. നമ്മൾ കിബിലൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഒരു ആരോ ചിഹ്നം കാബന്റെ ചിത്രത്തിലേക്ക് ഇങ്ങനെ കണക്ട് ആവുമ്പോഴാണ് കറക്റ്റ് ആവുക. അപ്പൊ അതാവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തിരിക്കും. അങ്ങനെ തിരിക്കുമ്പോൾ സൂചി ഇങ്ങനെ കറങ്ങി അവസാനത്തിന്റെ നേരെ എത്തുമ്പോൾ കറക്റ്റ്. ഇതേപോലെ നമ്മളൊന്ന് കറക്കണം. മുഖം അങ്ങോട്ട് ആയി കിട്ടണം. ഇതിന് കൂടുതൽ സമയം കൊടുക്കുക. എപ്പോഴാണ് മരിക്കാന്നറിയില്ല, എപ്പോഴാണ് നമ്മുടെ അവസ്ഥകൾ മാറുകയെന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക. ഒരു ജമാഅത്തിന് വേണ്ടി പരിശ്രമിക്കൽ ചെറിയ കാര്യമാണ്, ഒരു ഇസ്തിമക്ക് വേണ്ടി പരിശ്രമിക്കൽ ചെറിയ കാര്യമാണ്. ഇസ്തിമക്കുള്ള പരിശ്രമം ശരിക്കും ഇസ്തിമന്റെ മുമ്പാണ്. അതിൽ ആരെല്ലാം പങ്കെടുക്കണ്ടോ, ഏതെല്ലാം മനുഷ്യർക്ക് ഹിദായത്തിട്ടുണ്ടോ, അതിനൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെ പങ്കു തരും. അതുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ ഇസ്തിമ തുടങ്ങാനായി. 1 വർഷത്തിനടുത്തുണ്ട്. 1 വർഷം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുമ്പോൾ കഴിയും. ഒരു റമദാൻ കഴിഞ്ഞ് ഒരു വലിയ നാൾ കഴിയുമ്പോൾ ഇത് തീരും. ഇതിനു മുമ്പായി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിവുണ്ടായി പോവാന്നല്ല, ഞാൻ പോകുന്ന തീരുമാനം എടുക്കുമ്പം അള്ളാഹ് കഴിവിനെ തരും. അള്ളാഹ് അവസ്ഥനെ അനുകൂലാക്കി തരും. എന്നോട് കഴിയില്ലെന്ന് വിചാരിച്ചാൽ കഴിയില്ല. ഞാൻ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, ഓനൊരു 40 ദിവസമൊക്കെ ഇങ്ങനെ കറച്ച് പോയി ഇങ്ങനെ വരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഇനി 4 മാസം പോകാൻ നടക്കൂല ഭായി, നിനക്ക് കഴിയില്ലെന്ന്. നീ വെറുതെ അപ്പനോട് പറഞ്ഞു, ആ കട്ട ഈ കട്ട ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുറപ്പെട്ടോ, അള്ളാഹ് വഴി തുറന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് വർത്താനം പറഞ്ഞപ്പോൾ ഓരോ സമയം പറഞ്ഞു. ആ സമയത്ത് പുറപ്പെട്ടു കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അതൊക്കെ എളുപ്പമാണ്.
ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹം ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മളിങ്ങനെ വയറിലേക്ക് പോണവരൊക്കെ ഇങ്ങനെ പോട്ടെ, സ്ഥിരമായിട്ട് പോണ കുറെ ആൾക്കാരുടെ ഓരങ്ങനെ എണീക്കും, അല്ലാത്തവരൊക്കെ അങ്ങനെ ഇരിക്കും. ഞാൻ എന്നോട് ആവൂല, മരിക്കണ്ടേ, ആഖിറത്തിലേക്ക് പോകണ്ടേ, അള്ളാനെ കാണണ്ടേ. ഇത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, വേറെ ആളെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് തന്നെ മതിയോ? അവിടെ ഒരു നല്ല ആസും നല്ലൊരു ദൃഢനിശ്ചയം. ഇസ്തിമക്ക് മുന്നേ 4 മാസം പോവാ, അല്ലെ 2-4 മാസം പോവാ, 2-4 മാസം പോവാ, സമയമുണ്ട് നമ്മളെ. ഇത് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഡിസംബർ, ജനുവരി, ഈ 2 മാസത്തിൽ 4 മാസത്തേക്കുള്ള ആൾക്കാർ ഒന്ന് എഴുന്നേറ്റ്, 4 മാസത്തേക്ക് ഹിമ്മത്തുള്ള ആൾക്കാർ. എനിക്ക് വേണമെന്ന് വിചാരിച്ചില്ല, പ്രശ്നങ്ങൾ തീർന്നിട്ട് ആരും പോകില്ല. ഞാൻ വിചാരിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് തൗഫീഖ് തരും, ഞാൻ റെഡിയാണ്. ഡിസംബർ, ജനുവരി 2 മാസത്തേക്ക് എഴുന്നേറ്റുള്ളൂ. 2 മാസത്തിൽ 4 മാസത്തേക്ക് പൈതലായാലും സവാരി ആയാലും എഴുന്നേറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. ഹിമ്മത്ത് കഴിയില്ലാന്ന് വിചാരിച്ചിരുന്നാൽ മരിക്കുന്നത് വരെ നമുക്ക് കഴിയില്ല. നമ്മളൊന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അല്ലാഹു തആല വഴി തുറന്നു തരും. അല്ലാഹു തആല എത്ര എളുപ്പത്തിൽ വഴി തുറന്നു തരും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാതിലിനൊക്കെ അടച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയണം. എന്നിട്ട് ഓടി വാതിലിന്റെ അടുത്തേക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വാതിലിനെ തുറന്നു കൊടുത്തു. ഓടാതെ നിന്നെങ്കിലോ അവിടെ ഉണ്ടാവും. ഓടി വാതിൽ അല്ലാഹു തുറന്നു കൊടുത്തു. അതുകൊണ്ട് നമ്മളൊന്ന് എഴുന്നേറ്റോളി, അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കുക ഇൻഷാ അല്ലാഹ്. ആരാ തയ്യാറുള്ളത്? 4 മാസത്തേക്ക്, ഡിസംബർ, ജനുവരി. ഒന്ന് നിന്നോളി. ഇനിയുണ്ട് ഇതിൽ ആൾക്കാർ. ഞാൻ വേണോ വേണ്ടെന്ന് ആലോചിക്കേണ്ട വഴി ഒന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹനെ കിട്ടും. അള്ളാന്റെ മാർഗത്തിൽ തഹജ്ജുദ്, അള്ളാന്റെ മാർഗത്തിൽ ഖുർആന്റെ തിലാവത്ത്. എത്ര ആൾക്കാർ ഇസ്തിമയിൽ പങ്കെടുക്കും, അതിനൊക്കെ കൂലി അള്ളാഹ് നമുക്ക് തരും. ആരൊക്കെ ഹിമ്മത്തിൽ ഏറ്റവും ബാക്കിലേക്ക് നടന്നോളൂ. ഈ നടത്തം തന്നെ നിങ്ങൾക്ക് നന്മയായി എഴുതും. ആരും ഇവിടെ ഇരിക്കരുത്.